വേണ്ടി ലഭിക്കുകയില്ല, മരിച്ചവർക്ക് എത്തുകയില്ല എന്നതാണ് ശാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടും തിരിമറി നടത്തിക്കൊണ്ടുമാണ് ഈ വിഷയം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാറുള്ളത്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഇമാമുന നവവി തങ്ങൾ അദ്ദേഹത്തിന്റെ അൽ മജ്മൂ ശറഹ് മുഹല്ലബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ 5-ാം വാള്യം 278-ാമത്തെ പേജിൽ പഠിപ്പിക്കുകയാണ്, വയുസ്തഹബു അയ്യുഖ്റഅ മിനൽ ഖുർആനി മാ തയസ്സറ, ഖുർആനിൽ നിന്നുള്ള അല്പഭാഗം ഓതൽ സുന്നത്താക്കപ്പെടും. മാത്രമല്ല വയദഉ ലഹും അഖിബഹ, ആ ഓതിയതിന്റെ ഉടനെ തന്നെ ആ മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലും സുന്നത്താണ്. നസ്സ അലൈഹി ശാഫിഈ, ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അതിന്റെ മേലിൽ വ്യക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. മാത്രമല്ല വത്തഫഖ അലൈഹിൽ അസ്ഹാബു, ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാമിന്റെ അസ്ഹാബികളും അതിന്റെ മേലിൽ ഏകോപിച്ചിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാമുന നവവി തങ്ങൾ അദ്ദേഹത്തിന്റെ അൽ മജ്മൂ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങളുടെ ഹദീസ് ഗ്രന്ഥമായ റിയാദുസ് സ്വാലിഹീനിൽ 295-ാമത്തെ പേജിൽ ബാബു ദുആഇ ലിൽ മയ്യിത്തി ബഅദ ദഫനിഹി എന്ന് പറയുന്ന അധ്യായത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഖാല ശാഫിഈ റഹിമഹുല്ലാഹ്, ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വയുസ്തഹബു അയ്യുഖ്റഅ ഇൻദഹു ശൈഉൻ മിനൽ ഖുർആനി, ഖുർആനിൽ നിന്നുള്ള വല്ലതും ആ മരണപ്പെട്ടവരുടെ അടുക്കൽ വെച്ച് ഓതൽ സുന്നത്താക്കപ്പെടും. വ ഇൻ ഖതമുൽ ഖുർആന ഇൻദഹു കാന ഹസനൻ, ഇനി ഖുർആനിനെ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ പരിപൂർണമായി ഖത്മു തീർക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യലാണ് ഏറ്റവും നല്ലത് എന്ന്, ഏറ്റവും സുന്നത്താക്കപ്പെട്ടത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ ഷാഫി ഇമാമിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങളുടെ തന്നെ മറ്റൊരു ഗ്രന്ഥമാണ് അൽ അദ്കാർ എന്ന് പറയുന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിലെ 175-ാമത്തെ പേജിൽ ബഹുമാനപ്പെട്ടവർ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, ഖാല ശാഫിഈ വൽ അസ്ഹാബു, ബഹുമാനപ്പെട്ട ഷാഫി ഇമാമും ബഹുമാനപ്പെട്ടവരുടെ അസ്ഹാബികളും പറഞ്ഞു, യുസ്തഹബ്ബു അയ്യഖ്റഉ ഇൻദഹു ശൈഅൻ മിനൽ ഖുർആനി ഖാലു ഫഇൻ ഖതമുൽ ഖുർആന കുല്ലഹു കാന ഹസനൻ. മാത്രമല്ല ഇതേ അഭിപ്രായം പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ടവർ ശേഷം പറയുന്നത്, വറവൈനാ ഫീ സുനനിൽ ബൈഹഖി ബിഇസ്നാദിൻ ഹസനിൻ, ഹസനായ സനദോടുകൂടി സുനനിൽ ബൈഹഖി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, അന്ന ഇബ്ന ഉമറ, ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ തങ്ങൾ. ആരാണ് ഇബ്നു ഉമർ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയും മുത്തബിഉസ് സുന്ന എന്ന് ലോകം അംഗീകരിച്ച ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ തങ്ങൾ ഇസ്തഹബ്ബ അയ്യഖ്റഅ അലൽ ഖബരി ബഅദ ദഫനി, മറവ് ചെയ്തതിന് ശേഷം ഖബറിന്റെ അടുക്കൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യലിനെ ഇബ്നു ഉമർ തങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാമുന നവവി തങ്ങൾ അദ്ദേഹത്തിന്റെ അൽ അദ്കാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുകയാണ്. എന്നാൽ മുജാഹിദുകൾ ബിദഈകൾ പറയുന്നത് മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് പുത്തനാശയമാണ്, പുതിയ ആചാരമാണ്, ബിദ്അത്താണ്, ഇസ്ലാമിന് വിരുദ്ധമാണ് എന്നാണ്. ഇനി നിങ്ങൾ ചിന്തിക്കുക, ഈ പറയപ്പെട്ട ആളുകളുടേതാണോ നമ്മൾ സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞതുപോലെ, ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞതുപോലെ, ഇമാമുന നവവി തങ്ങൾ അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചതുപോലെ ഏതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് ചിന്തിക്കണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.